ഹായ്, ഞാൻ ഫർസാന. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് സ്പ്രിംഗ് ചിക്കൻ ഉണ്ടാക്കാം. സ്പ്രിംഗ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ചള്ള കോഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഞങ്ങളിവിടെ നാടൻ കോഴി കിട്ടിയ കാരണം നമ്മൾ നാടൻ കോഴി വെച്ചിട്ടാണ് നമ്മൾ സ്പ്രിംഗ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 12-13 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു പിടി പച്ചക്കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ 2 മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ചെറുനാരങ്ങ ഒരെണ്ണം, പച്ചമുളക് ഒരു 7 എണ്ണം, അതുപോലെ മല്ലിച്ചപ്പ് കുറച്ച്, പിന്നെ ഒരു 5-8 തണ്ട് വേപ്പിൻ്റെ ഇല. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാണ്ട് തന്നെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കനിൽ നന്നായി പുരട്ടിയെടുക്കണം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചതാണ്. അതിൻ്റെ മേലെ ഇത് അരപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ തൈര്. ഞാൻ ഇവിടെ പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഫുള്ള് ചെറുനാരങ്ങ നേരത്തെ ഞാൻ മിക്സിയിൽ അടിക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഒരു ചെറുനാരങ്ങ ഫുള്ള് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്, റെഡിയായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നന്നായിട്ട് ആ മസാല ഒക്കെ ചിക്കനിൽ നന്നായി പിടിക്കും. അങ്ങനെ 4 മണിക്കൂർ ഞാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ അത്രയ്ക്കും സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും ചിക്കനിനൊക്കെ. എന്നിട്ട് ഓരോ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, ദെൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്യുക. നാടൻ കോഴി ഒന്ന് കുക്കാവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ ഇത് ചള്ള് കോഴി ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. ഇത് നമുക്ക് സാധാ കോഴിയും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെ ഫ്ലേവറും ആ ചിക്കനും നന്നായി കിട്ടും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.